സപ്തമന്ദിരങ്ങൾ, അവിടെ 7 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അത് ആരുടെയൊക്കെയാണെന്ന് നോക്കിയാൽ തന്നെ ഒരു ഉദാഹരണം നമുക്ക് കാണാം. ഒന്നാമത് അവിടെ വാൽമീകിയുടെ ക്ഷേത്രവുമുണ്ട്, അഗസ്ത്യരുടെ ക്ഷേത്രവുമുണ്ട്, വസിഷ്ഠൻ്റെയും ഉണ്ട്, വിശ്വാമിത്രൻ്റെയും ഉണ്ട്, ശബരി മാതാവിൻ്റെയും ഉണ്ട്, നിഷാദ രാജാവായ ഗുഹൻ്റെയും ക്ഷേത്രം. ഇപ്പോൾ ഗുഹൻ്റെ ക്ഷേത്രം, ഗുഹൻ ഏത് വംശത്തെ പ്രതിദാനം ചെയ്യുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല. ശബരി മാത ഏതൊരു വംശത്തെ പ്രതിദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ വാൽമീകി മഹർഷിയും ഒക്കെ. അങ്ങനെ ആ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ പോലും ഇപ്പോൾ കൃഷ്ണരാജ് ചോദിച്ച ആ സമരസതയുടെ സന്ദേശം എത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ സന്യാസിമാർ, മഹർഷിമാരൊന്നും ഏതെങ്കിലും ഒരു ഭൂമിശാസ്ത്രപരമായ പരിധിക്കുള്ളിൽ ഒതുക്കുന്നത് ശരിയല്ല. പക്ഷേ നമ്മെപ്പോലത്തെ സാധാരണക്കാർക്ക് ഒരു ഐക്യത്തിൻ്റെ സന്ദേശം കിട്ടാൻ അത് പറയേണ്ടി വരുന്നു. അഗസ്ത്യർ ഒരർത്ഥത്തിൽ ദക്ഷിണ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ തെക്കൻ ഭാഗത്തിൻ്റെ മഹർഷിയായി. ഇവിടെ വളർന്നു വന്ന ആയുർവേദത്തിൻ്റെതായാലും ഇവിടുത്തെ ശാസ്ത്രശാഖകളുടേതായാലും ഒക്കെ പ്രതിപുരുഷനായി നാം ആഘോഷിക്കുന്നത് അഗസ്ത്യരെയാണ്. ആ അഗസ്ത്യരുമുണ്ട്, വാൽമീകിയുമുണ്ട്, വിശ്വാമിത്രനുമുണ്ട്, വസിഷ്ഠരുമുണ്ട്, അഹല്യയും അവിടെ പ്രതിഷ്ഠിതയാവുന്നു, ഗുഹൻ്റെ ക്ഷേത്രം പ്രതിഷ്ഠിതമാകുന്നു. ഇതൊരു മനോഹരമായ സംയോഗമാണ്, സമരസതയുടെ അത്യുജ്വലമായ സന്ദേശമാണ്. 108 സന്യാസിമാർ അവിടെ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഈ അഷ്ടോത്തരശതി പവിത്രമായ സംഖ്യയാണ്. അത് ഇന്ന് ആ മുഹൂർത്തത്തിൽ പങ്കെടുക്കുമ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ പാരമ്പര്യത്തിൻ്റെയും എല്ലാ വർഗവർണ്ണ വിശേഷങ്ങളുടെയും പ്രതിനിധികളാണ് ഉത്സാഹപൂർവ്വം ആ മംഗളമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതാദ്യം മുതലേ തന്നെ നമ്മളവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. ശിലാസ്ഥാപനം നടത്തിയത് ആരായിരുന്നു? ശിലാന്യാസം നടത്തിയത്. അന്നു മുതലേ അത് രാമൻ പ്രതിദാനം ചെയ്യുന്നത് ഗുഹൻ്റെയും ശബരിയുടെയും മാതാവിൻ്റെയും സന്ദേശമാണ്. അതാണ് ഇന്നവിടെ അത്യുച്ചത്തിൽ പ്രഖ്യാപനം ചെയ്യപ്പെടാൻ പോകുന്നത്.